നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ മികച്ച വിജയം നേടുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. ബൂത്ത് തലം മുതൽ നേരത്തെ പ്രവർത്തനം ആരംഭിക്കാനായി. സ്വരാജ് നല്ല സുഹൃത്ത്. PV അൻവർ വിഷയത്തിൽ നേതൃത്വം പ്രതികരിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത്. ഓങ്ങല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ആക്രി കച്ചവടം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനം. ജനവാസ കേന്ദ്രങ്ങളിൽ പോലും ആക്രി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ചില ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒത്താശയോടെ. സമ്മേളനം ഇന്ന് സമാപിക്കും. അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP പുനരാരംഭിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കഞ്ചിക്കോട് മേഖലയെ ഭീതിയിലാഴ്ത്തിയ കാട്ടാനയെ നാടുകടത്തണമെന്ന് നാട്ടുകാർ. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന കാട്ടാന വീടുകളിലും എത്തുന്നു. കാട്ടാന കൂട്ടം തെറ്റിയെത്തിയത് തമിഴ്നാട് ഉൾവനത്തിൽ നിന്ന്. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നു. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ മികച്ച വിജയം നേടുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. തന്റെ പിതാവ് നേടിയ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. PV അൻവർ വിഷയത്തെക്കുറിച്ച് നേതൃത്വം പ്രതികരിക്കും. സ്വരാജ് തന്റെ സുഹൃത്താണ്. ബൂത്ത് തലം മുതൽ വളരെ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിക്കാനായത് ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് തൃശ്ശൂരിൽ പറഞ്ഞു. 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുസ്സഹവും ദുരിതപൂർണമായ ഭരണം മാറ്റുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിന് നിലമ്പൂരിൽ തുടക്കം കൊടുക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. അൻവറുമായി ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും അൻവർ ചർച്ച നടത്തുന്നതൊക്കെ എൻ്റെ നേതാക്കന്മാരുമായിട്ടാണ്, UDF നേതാക്കന്മാരുമായിട്ടാണ്. അവരാ കാര്യങ്ങളിൽ അവരാണ് പ്രതികരിക്കുന്നത്. അൻവറിൻ്റെ വിഷയം ഈ സ്വരാജിനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എത്തുന്നു. മറുതലക്കലിൽ അൻവർ അടഞ്ഞു തന്നെ തുടരുകയാണ്. ആശങ്കയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം വർദ്ധിക്കും. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും മറ്റൊരു പല സ്ഥാനാർത്ഥികളെയും ശ്രമിച്ചിരുന്നു. അൻവർ അടഞ്ഞു നിന്നാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് അൻവർ അടഞ്ഞു നിന്നാൽ അൻവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ പാർട്ടിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അൻവറുമായി ഞാൻ അൻവർ ഇടഞ്ഞു നിന്നാൽ, ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്ക്രോളിങ് അങ്ങനെ കൊടുക്കും, അൻവർ ഇടഞ്ഞു നിന്നാൽ ഭൂരിപക്ഷം വർദ്ധിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തോളൂ. അങ്ങനെ പറഞ്ഞോട്ടെ, ചോദിച്ചതിന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ആര് എതിർത്താലും, ഇപ്പം നിങ്ങൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഭയങ്കര മത്സരം നടക്കും എന്നൊക്കെ പറഞ്ഞു. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഓങ്ങല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ആക്രി കച്ചവടം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനത്തിൽ ആവശ്യം. സമ്മേളനം ഇന്ന് വൈകിട്ട് സമാപിക്കും. ഓങ്ങല്ലൂരിൽ CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനം തുടരുകയാണ്. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഓങ്ങല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ആക്രി കച്ചവടം നിയന്ത്രിക്കണമെന്ന ആവശ്യം സമ്മേളനത്തിൽ ഉയർന്നു. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള അവതരണത്തിലും തുടർന്ന് നടന്ന രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പ്രതിനിധികളുടെ ചർച്ചയിലുമാണ് ഈ ആവശ്യം ഉയർന്നു വന്നത്. അതീവ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ആക്രി വ്യാപാരം ഇടവരുത്തുന്നതായി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാനും ഇത് കാരണമാകുന്നുണ്ട്. ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ ഓങ്ങല്ലൂരിലാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ആക്ഷേപിച്ചു. ഉന്നതാധികാരികളുടെയും ചില രാഷ്ട്രീയക്കാരുടെയും പിന്തുണയോടുകൂടിയാണ് ജനവാസ മേഖലയിൽ ഇത്തരം കച്ചവടം നടക്കുന്നതെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ അഭിപ്രായമുയർന്നു. റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു. വൈകിട്ട് പ്രമേയാവതരണം നടക്കും. ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ്, പുതിയ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നീ നടപടികളും പൂർത്തിയാക്കും. 129 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം വൈകിട്ട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP പുനരാരംഭിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഈവനിംഗ് OP ഇല്ലാതാക്കിയത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ ആരോപിച്ചു. ആശുപത്രിയിൽ കൊട്ടിഘോഷിച്ചാണ് ഈവനിംഗ് OPയുടെ ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ OP സംവിധാനം നിലച്ചിട്ട് കാലങ്ങളായി. നിലവിൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സയുമില്ല. നിലവിലുള്ളത്ര സ്റ്റാഫുകളില്ലാത്ത കാലത്തുപോലും കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. ഡോക്ടർമാരുടെ അഭാവത്തിൽ OP മുടങ്ങുമ്പോഴും അനുബന്ധ സ്റ്റാഫുകളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിർബാധം നിയമിക്കുന്ന സ്ഥിതിയാണുള്ളത്. CPM അനുഭാവികളെയാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ ആരോപിച്ചു. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യ കേന്ദ്രം
മെഡിക്കൽ ഓഫീസർക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും പരാതി നൽകിയിട്ടുണ്ടെന്നും വിഷയത്തിൽ നടപടിയുണ്ടാകാത്ത പക്ഷം കോൺഗ്രസ് സമരം ആരംഭിക്കുമെന്നും കെ സാജൻ മുന്നറിയിപ്പ് നൽകി. ഈ സെൻറ്ററിലെ ഡോക്ടർമാരുടെയും അതുപോലെ വൈകുന്നേരം സായാഹ്നങ്ങളിലുള്ള കിടത്തി ചികിത്സയും OPയും മായി ബന്ധപ്പെട്ട് നിരവധി ജനങ്ങളുടെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മൾ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രേഖാമൂലം ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സായാഹ്ന OP മാത്രമല്ല, അതുപോലെ തന്നെ രാവിലെയുള്ള OPയിലും ഡോക്ടർമാരുടെ പരിമിതി, ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ ജീവനക്കാരില്ലാത്ത അവസ്ഥ, പിന്നെ ഉള്ള ജീവനക്കാരെ ഇവിടുത്തെ പാർട്ടി അനുഭാവികളുടെ ആളുകളെ ദിവസവേതന അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ നിയമിക്കുന്നത്. അത് ഒരു നിബന്ധനയുമില്ലാതെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ എല്ലാം അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റും ഇടപെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കഞ്ചിക്കോട് മേഖലയെ ഭീതിയിലാഴ്ത്തിയ കാട്ടാനയെ നാടുകടത്തണമെന്ന് നാട്ടുകാർ. തമിഴ്നാട് ഉൾവനത്തിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാനയാണ് നാടിനെ ഭീതിയിൽ ആഴ്ത്തുന്നത്. കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രമം തുടരുകയാണ്. പടക്കം പൊട്ടിച്ചും കുങ്കിയാനയെ ഉപയോഗിച്ചും നാടുവിറപ്പിച്ച കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രമം തുടരുന്നതിനിടെ കാട്ടാനയെ നാടുകടത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പുതുശ്ശേരി കഞ്ചിക്കോട് ആലാമരം വനത്തിൽ തമ്പടിച്ച കാട്ടാന ഒരു നാടിനെയാകെ ഭീതിയിലാഴ്ത്തുകയാണ്. പകൽ 3 മണിയോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന ആന കൃഷി നശിപ്പിക്കുന്നതും വീടുകളിൽ കയറുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം 50-ലധികം വീടുകളിലാണ് കാട്ടാന എത്തിയത്. കാട്ടാനയെ ഭയന്ന പകൽ നേരത്തു പോലും ആർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണിവിടെ. പാട്ട കൊട്ടുമ്പോഴും പടക്കം പൊട്ടിക്കുമ്പോഴും ആന കൂടുതൽ പ്രകോപിതനാവുകയാണ്. ഇത് തുരത്തൽ നടപടികൾ ദുഷ്കരമാക്കുന്നുണ്ട്. തമിഴ്നാട് ഉൾവനത്തിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാനയെ തമിഴ്നാട്ടിൽ നിന്ന് കുങ്കിയാനയെ എത്തിച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. വനം വകുപ്പ് നിസ്സംഗത തുടരുന്നതിനിടെ ജനത്തിനും കൃഷിക്കും ഭീഷണിയായ കാട്ടാനയെ തുരത്താനുള്ള സാമ്പത്തിക ബാധ്യത പുതുശ്ശേരി പഞ്ചായത്താണ് ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി. പ്രവേശനോത്സവം ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങളിൽ മിക്ക പ്രദേശങ്ങളിലും നാട്ടുകാരും സജീവമാണ്. വേനലവധിക്ക് വിട. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. 2 മാസത്തെ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം ഇത്തവണയും ഗംഭീരമാക്കാനുള്ള പരിശ്രമമാണ് അധ്യാപകരുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിൽ നടപ്പാക്കിയിരിക്കുന്നത്. ക്ലാസ് മുറികളും പരിസരവുമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. മിക്ക സ്കൂളുകളിലും പെയിന്റിങ്ങും പൂർത്തിയായിട്ടുണ്ട്. അറിവിൻ്റെ വാതിലുകൾ തുറക്കാൻ വിദ്യാലയങ്ങൾ പുതിയ രൂപത്തിലും ഭാവത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. നവാഗതരെ വരവേൽക്കാൻ വർണ്ണക്കൂടാരം ഉൾപ്പെടെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കളിച്ചും ആസ്വദിച്ചും പഠിക്കാൻ ഇനി ഏത് വിദ്യാലയം വേണമെന്നത് കുട്ടികൾ തീരുമാനിക്കട്ടെ. ഓരോ വിദ്യാലയങ്ങളും അതത് പ്രദേശത്തെ അക്ഷര വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കൊപ്പം PTA-യും നാട്ടുകാരും ഒരുമിച്ച് അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നു തരുന്ന വിദ്യാലയങ്ങളുടെ മുഖം മിനുക്കുകയാണ്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകി പുതിയ തലമുറയ്ക്ക് അറിവിൻ്റെ വെളിച്ചം പകരുന്ന വിളക്കുകളാകട്ടെ ഈ വിദ്യാലയങ്ങൾ. പഠനാന്തരീക്ഷം മെച്ചപ്പെട്ടതോടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട്. പട്ടാമ്പി സബ് ജില്ലാതല പ്രവേശനോത്സവം ഇത്തവണ കിഴായൂർ ഗവൺമെൻറ് UP സ്കൂളിലാണ് നടക്കുക. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അധ്യയന വർഷത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. ഈ വർഷം കിഴായൂർ സ്കൂളിന് പ്രത്യേകതയുള്ളത് ഈ വർഷത്തെ ബ്ലോക്ക് തലം, അതായത് സബ് ജില്ലാതല പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ്.
പൂർവ്വ വിദ്യാർത്ഥികളുടെയും SMC PTA ഭാരവാഹികളുടെ എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും സഹായത്തോടു കൂടി എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പുകാർ സ്കൂൾ ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ ടാങ്ക് വൃത്തിയാക്കലും മറ്റു കാര്യങ്ങളും അവരുടെ സഹായങ്ങളുണ്ട്. പുതിയ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും വന്നതോടെ പല വിദ്യാലയങ്ങളിലും പഠനാന്തരീക്ഷവും മെച്ചപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ UDF അംഗം നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അധികൃതർ. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് UDF മെമ്പർ പടച്ചുവിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ LDF ഭരണസമിതി മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചെന്നും ഇപ്പോഴത്തെ ഭരണം മോശമാണെന്നും മെമ്പർ നിരന്തരം ആരോപിക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണ് ആരോപണങ്ങളെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. ഭരണസമിതി എടുക്കുന്ന കൂട്ടായ തീരുമാനങ്ങളാണ് മണ്ണൂരിൽ നടപ്പാക്കുന്നത്. ഫണ്ടുകൾ എല്ലാ അംഗങ്ങൾക്കും തുല്യമായി അനുവദിക്കാറുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തകർന്ന റോഡുകൾ പുനരുദ്ധാരണം ചെയ്യുന്നതിന് കഴിഞ്ഞ 2 വർഷമായി ഗ്രാമപഞ്ചായത്ത് 3 കോടിയും MLA, ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൾ ഉൾപ്പെടെ 1 കോടിയും വകയിരുത്തി. ജൽജീവൻ മിഷൻ 15 കിലോമീറ്റർ റോഡും പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. ഭവന നിർമ്മാണ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം മാത്രം 35 പേർക്ക് തുക അനുവദിച്ച് പ്രവൃത്തികൾ തുടങ്ങി. തെരുവിളക്കുകളുടെ പരിപാലനം കൃത്യമായി നടപ്പിലാക്കാൻ തുക വകയിരുത്തുകയും ചെയ്തു. 10 കിലോമീറ്ററോളം നീളം വൈദ്യുതി ലൈൻ ദീർഘിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള UDF അംഗത്തിന്റെ ആരോപണത്തെ LDF ഒറ്റക്കെട്ടായി നേരിടുമെന്നും പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ എന്നിവർ പറഞ്ഞു. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവിടെ നടപ്പിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമാണ്. ഒരു കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. അല്ലാതെ UDF-നെ പോലെ ഏകപക്ഷമായി വ്യക്തി താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമല്ല ഏത് കാലത്ത് നടത്താറുള്ളത്. വളരെ കൂട്ടായ്മയോടുകൂടിയാണ് ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയിലാണെങ്കിലും അവിടെ ഭരണ പ്രതിപക്ഷമില്ല, എല്ലാവരും ഭരണത്തിൽ പങ്കാളികളാണ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലും ഭരണസമിതി യോഗങ്ങളിലും ഒന്നും ഒരക്ഷരം ഇണ്ടാതെ ഇത്തരം കാര്യങ്ങളിൽ കൂട്ടായി തീരുമാനമെടുക്കുമ്പോൾ അതിന് കൂടെ ചേരുകയും പുറത്തു വന്ന് അതിനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണങ്ങൾ ചെയ്യുകയാണ് ഈ അംഗത്തിന്റെ പ്രധാന ഒരു വിനോദം എന്ന് പറയുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം പറയുന്നത് നമുക്കറിയാം, ഇന്ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും നീളുന്ന പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങി ഈ ഭരണസമിതിയുടെ കാലത്ത് ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്ന ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതി, അതിന്റെ ഭാഗമായി കുറേയേറെ റോഡുകൾ മുറിച്ചാണ് ഈ പൈപ്പ് ലൈൻ ഇടേണ്ടി വന്നത്. ആ റോഡുകളുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 2 വർഷമായി, ഈ വർഷവും കഴിഞ്ഞ വർഷവുമായി ഏകദേശം 3 കോടി രൂപയാണ് ബ്ലോക്ക് മെമ്പർ PS അബ്ദുൽ മുത്തലി, TR ശശി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിലൂടെ യാത്രക്കാർക്ക് ഇനി സുഖസഞ്ചാരം. പ്രവേശന കവാടത്തിൽ നിന്ന് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്താൻ ഇവിടെ ഇനി മുതൽ ബാറ്ററി കാറുകളുണ്ട്. 8 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാവുന്ന ബാറ്ററി കാറാണ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. 7 പ്ലാറ്റ്ഫോമുകളിലേക്കായി 3 ബാറ്ററി കാറുകൾ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി. പ്രവേശന കവാടത്തിലെത്തുന്ന യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകാൻ മേൽപ്പാലങ്ങൾ മാത്രമായിരുന്നു ആശ്രയം. ലിഫ്റ്റോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ പ്രായമായ യാത്രക്കാരും ലഗേജുമായി എത്തുന്ന യാത്രക്കാരും ഏറെ പ്രയാസത്തിലായിരുന്നു. ബാറ്ററി കാർ എത്തിയതോടെ ഈ പ്രശ്നത്തിനാണ് പരിഹാരമായത്. ലിഫ്റ്റ് കയറാൻ, പ്ലാറ്റ്ഫോം മാറി കയറാൻ സൗകര്യമില്ലാത്തവർക്കും ആരോഗ്യമില്ലാത്തവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് എല്ലാ സ്റ്റേഷനിലും ഇത് പ്രവർത്തീകരിക്കാൻ ഈ യാത്രക്കാർക്ക് വലിയ സൗകര്യമാവും എന്നുള്ളതാണ് വിശ്വാസം. ഇത് വളരെ ഉപകാരമാവുന്നതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു പുതുമ തോന്നി. ആൾക്കാർ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. മെല്ലെ മെല്ലെ ഇവിടെ ഫുൾ സർവീസ് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം ഇവിടെ നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ 2 മേൽപ്പാലങ്ങളിൽ 1 അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്.
പുതിയ മേൽപ്പാലം തുറന്നെങ്കിലും ഇതിൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല. ഇതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് ദുഷ്കരമായിരുന്നു. ഉയരം കൂടിയ ഗോവണി വഴി മേൽപ്പാലം കയറി ഇറങ്ങണം. ബാറ്ററി കാറിൽ 20 രൂപ നൽകിയാൽ പ്ലാറ്റ്ഫോമിലെത്തിക്കും. വലിയ ലഗേജുകളാണെങ്കിൽ 10 രൂപയും നൽകണം. മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. പ്രവേശന കവാടത്തിൽ യാത്രക്കാരെ ബാറ്ററി കാറുകൾ കാത്തുനിൽക്കുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. 9677956789 എന്ന നമ്പറിലാണ് മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം വ്യാപാര ഭവനിൽ നടന്നു. സമിതി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VS സുധേഷ് സ്വാഗതം പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ടും ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ചു. സ്കൂൾ ബാഗുകളുടെ വിതരണം യൂണിറ്റ് പ്രസിഡന്റ് നിർവഹിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിനെ സമിതി യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു. പിന്നീട് നഗരസഭ തന്നെ പണം ചെലവഴിച്ച് നമ്മൾ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലെല്ലാം ചെടികൾ വെച്ച് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മളത് നഗരസഭ തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്ത് ചെയ്യുന്നതല്ല, അത് നട്ട് പരിപാലിക്കുക കൂടി നഗരസഭ ചെയ്യുന്നു എന്നതിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പോ നമ്മുടെ നഗരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു നല്ല വൈബായി മാറാൻ, അല്ലെങ്കിൽ ഷൊർണൂരിലേക്ക് എത്തി എന്ന് പറയാവുന്നൊരവസ്ഥയാണ്. ജീവത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ഏകോപന സമിതി അർഹരായ 25-ലേറെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ നൽകിയത്. വൈസ് പ്രസിഡന്റ് MB രതീഷ് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കരയിൽ ജനകീയ മത്സ്യകൃഷി വിളവെടുപ്പുത്സവം നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ഫിഷറീസ് വകുപ്പും PG മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്ററും സംയുക്തമായി ഇരുനിലങ്കോട്ടെ സ്വകാര്യ ഫിഷ് ഹബ്ബിലാണ് പദ്ധതി നടപ്പാക്കിയത്. മുള്ളൂർക്കര ഇരുനിലങ്കോട് കുന്നത്ത് പീടികയിൽ മരക്കാരുടെ KKM ഫിഷ് ഹബ്ബിലാണ് ജനകീയ മത്സ്യകൃഷി വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രോത്സാഹനം കൊടുത്ത് നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണമൊപ്പം തന്നെ നാട്ടിലെ ആളുകൾക്ക് ശുദ്ധമായ നല്ല മത്സ്യം വാങ്ങിച്ച് കഴിക്കട്ടെ എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഗവൺമെൻറ് തന്നെ സബ്സിഡി മുറക്കി ഇത് കൊടുക്കുന്നു. മരക്കാരക്കാരെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടാണോ മരക്കാരക്കാർ ചെയ്യുന്നത്? 3 വർഷം മുന്നേ. എന്നാലും ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോൾ വലിയ ചെലവ് നടത്തിയിട്ടാണ് ഇത് നടത്തുന്നത്. എന്തായാലും ആ നടത്തിയ ചെയ്ത് നോക്കുമ്പോൾ ഈ ഉള്ള സ്ഥലത്തെ നല്ല പോലെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് അധ്യക്ഷത വഹിച്ചു. PG മത്സ്യഭവൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ ഡോക്ടർ അബ്ദുൽ സലാം പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK തങ്കപ്പൻ മുഖ്യാതിഥിയായിരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ MA നസീബ, പഞ്ചായത്ത് അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, മുഹിയുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് സ്വാഗതവും മത്സ്യകർഷകൻ KK മരക്കാർ കുന്നത്ത് പീടികയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒഴുക്കിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനുള്ള പരിശീലനവുമായി ചെറുതുരുത്തി നീള ബോട്ട് ക്ലബ്ബ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കുളത്തിലാണ് പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചത്. ഗോവ ആസ്ഥാനമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ നേതൃത്വത്തിലാണ് ഒഴുക്കിലകപ്പെടുന്നവരെ രക്ഷിക്കുന്നതിനുള്ള പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ കുളത്തിലാണ് ക്യാമ്പ്. ജൂൺ 2 വരെയാണ് ആദ്യഘട്ട പരിശീലനം. ജൂൺ 2ാം വാരത്തിൽ തുടർ പരിശീലനവും ഉണ്ടാകും. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. നിള ബോട്ട് ക്ലബ് ചെയർമാൻ ശിവശങ്കരൻ പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് ഇൻസ്ട്രക്ടർ N മുരുകേശൻ ക്ലാസിന് നേതൃത്വം നൽകി. ബോട്ട് ക്ലബ്ബ് ജനറൽ മാനേജർ അരവിന്ദൻ, റഹീം കണ്ടശനാംകടവ്, KK മുരളീധരൻ എന്നിവർ സംസാരിച്ചു. 16 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂരിൽ മികച്ച വിജയം നേടുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. ബൂത്ത് തലം മുതൽ നേരത്തെ പ്രവർത്തനം ആരംഭിക്കാനായി സ്വരാജ് നല്ല സുഹൃത്ത്. PV അൻവർ വിഷയത്തിൽ നേതൃത്വം പ്രതികരിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത്.
ഓങ്ങല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ആക്രി കച്ചവടം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനം. ജനവാസ കേന്ദ്രങ്ങളിൽ പോലും ആക്രി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ചില ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒത്താശയോടെ. സമ്മേളനം ഇന്ന് സമാപിക്കും. അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP പുനരാരംഭിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കഞ്ചിക്കോട് മേഖലയെ ഭീതിയിലാഴ്ത്തിയ കാട്ടാനയെ നാടുകടത്തണമെന്ന് നാട്ടുകാർ. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന കാട്ടാന വീടുകളിലും എത്തുന്നു. കാട്ടാന കൂട്ടം തെറ്റിയെത്തിയത് തമിഴ്നാട് ഉൾവനത്തിൽ നിന്ന്. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.